Noon. So the last classes of our business regulations, we already discussed about the chapter of consideration. On that chapter, we already explained what is considerations, what are the essentials of considerations, and what is past consideration, present consideration, and future considerations. And also we explained several principles regarding the considerations like doctrine of stranger to contract and doctrine of stranger to considerations. And exception to the rule, the doctrine of stranger to contract. That means a stranger to contract cannot sue exceptional situations. And also we explained about an exceptions that no consideration, no contract exceptions. Okay, in today's classes we propose to discuss about the next chapter, capacities of contracting parties. As already explained in our first chapter, the essentials of contract, we explained what is capacity of party and what are the minimum types of capacity that a contracting party must possess to enter into a contract as per Indian Contract Act. Okay, in this chapter, the capacities required to become a contracting parties are broadly explained through 2-3 points. Okay, so we can start the new chapter, capacities of contracting party. As all we know that to become a contracting party in a valid contract, the party should possess the minimum level of qualification or minimum level of capacity as per Indian Contract Act. As per the Contract Act, there are basically 3 types of capacity which is very necessary for entering into a valid contract. The first one is he should be a major person, and second one he should be a sound mind person, and the third one he should not be disqualified from any law in India. Okay, സ്വാഭാവികമായിക്കൊണ്ടും നമ്മൾ എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്റ്റ് എന്നുള്ള സെക്ഷൻ 10 പ്രകാരം ഫസ്റ്റ് ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്ത പോയിൻറ്റ്സ് ആണ്. 10 പോയിൻറ്റ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത കൂട്ടത്തിൽ പറഞ്ഞു വെച്ച പോയിൻറ്റ്സ് ആണ്. ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിക്കൊണ്ടും ആ കോൺട്രാക്റ്റിൽ ഉൾപ്പെട്ട 2 പാർട്ടികൾക്കും കൃത്യമായിട്ടുള്ള കോമ്പിറ്റൻസി ഉണ്ടായിരിക്കണം, അതല്ലെങ്കിൽ കപ്പാസിറ്റീസ് ഉണ്ടായിരിക്കണം, അതല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളത്. എന്താ കപ്പാസിറ്റി ഓഫ് പാർട്ടി അല്ലെങ്കിൽ കോമ്പിറ്റൻസി ഓഫ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, capacity of competency of party means the legal ability of a person to enter into a valid contract. ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ലീഗലി എൻഫോഴ്സിബിൾ ആയിട്ടുള്ള കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാർട്ടികൾക്ക് ഉണ്ടായിരിക്കേണ്ട മിനിമം ലെവൽ കപ്പാസിറ്റിയെ, മിനിമം ലെവൽ ക്വാളിഫിക്കേഷൻസിനാണ് നമ്മൾ ബേസിക്കലി കപ്പാസിറ്റി ഓഫ് പാർട്ടി എന്നുള്ള ഈ ഒരു ടേംസ് കൊണ്ട് ഇവിടെ മെൻഷൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഏതെല്ലാം രൂപത്തിലുള്ള കപ്പാസിറ്റീസാണ് ഒരു കോൺട്രാക്റ്റിംഗ് പാർട്ടികൾക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളത് സെക്ഷൻ 11 പ്രകാരമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. As per Section 11 of Indian Contract Act, every person who is competent to enter into a contract, if he has attained the age of majority and sound mind and not disqualified from contracting by any law in India. Indian Contract Actൻ്റെ സെക്ഷൻ 11 പ്രകാരം എല്ലാ വ്യക്തികൾക്കും കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ 3 തരത്തിലുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒന്നാമതായിക്കൊണ്ട് ഇഫ് ഹി ഹാസ് അറ്റൈൻഡ് ദി ഏജ് ഓഫ് മെജോറിറ്റി ഏജ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ, മെജോറിറ്റി ഏജ് എത്തിയിട്ടുണ്ട് എന്നുള്ളത്, അതായത് വ്യക്തി പ്രായപൂർത്തിയായിട്ടുണ്ടെങ്കിൽ എന്നർത്ഥം. സെക്കൻഡ് വൺ സൗണ്ട് മൈൻഡ്, അയാൾക്ക് ബുദ്ധിക്ക് സ്ഥിരതയുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ. മൂന്നാമത്തെ നോട്ട് ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്റ്റിംഗ് ബൈ എനി ലോ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നിയമപ്രകാരവും അയാൾക്ക് ഒരു തരത്തിലുള്ള കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള ഒരു തരത്തിലുള്ള ഡിസ്ക്വാളിഫിക്കേഷനും ഇല്ല എന്നുണ്ടെങ്കിൽ. 3 രീതിയിലുള്ള ക്വാളിഫിക്കേഷൻസുകളാണ്, 3 രീതിയിലുള്ള കപ്പാസിറ്റീസുകളാണ് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പാർട്ടികൾക്ക് വേണ്ട മിനിമം കപ്പാസിറ്റീസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ സെക്ഷൻ 11 പ്രകാരമുള്ള പാരഗ്രാഫിനെ നമുക്കിങ്ങനെ 3 പോയിൻ്റ് ആയിക്കൊണ്ട് ക്ലാസിഫൈ ചെയ്യാം. ബേസിക് കപ്പാസിറ്റീസ് ഓഫ് കോൺട്രാക്റ്റിംഗ് പാർട്ടി എന്നുള്ളതിനെ 3 രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ടാണ്, കപ്പാസിറ്റി ആയിട്ടാണ് നമ്മളിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തത്. ദ ഫസ്റ്റ് വൺ ഈസ് ഹി ഷുഡ് ബി എ മേജർ പേഴ്സൺ. സെക്കൻഡ് വൺ ഹി ഷുഡ് ബി എ സൗണ്ട് മൈൻഡ് പേഴ്സൺ. ആൻഡ് തേർഡ് വൺ ഹി ഷുഡ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്റ്റിംഗ് ബൈ എനി ലോ ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഒന്നാമതായിട്ട് അയാൾ പ്രായപൂർത്തിയായിട്ടുള്ള, മേജർ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായപൂർത്തിയായിട്ടുള്ള ആളായിരിക്കണം.
രണ്ടാമത്തെ സൗണ്ട് മൈൻഡഡ് ആയിരിക്കണം, അതായത് ബുദ്ധിക്ക് സ്ഥിരതയുള്ള വ്യക്തിയായിരിക്കണം. മൂന്നാമതായിക്കൊണ്ട് ഇന്ത്യയിലെ ഒരു നിയമപ്രകാരവും കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നതിനുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളായിരിക്കണം എന്നർത്ഥം. ഇത് ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ എക്സാമിനേഷന് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇത് കപ്പാസിറ്റീസ് ചോദിക്കുന്നതിന് പകരം ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കപ്പാസിറ്റി ഡയറക്റ്റായിട്ട് ചോദിക്കാറുണ്ട്. അറ്റ് ദി സെയിം ടൈം ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കപ്പാസിറ്റി ചോദിക്കുന്നതിന് പകരം ഡിസ്ക്വാളിഫിക്കേഷൻ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇൻകപ്പാസിറ്റി അല്ലെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഡിസ്ക്വാളിഫിക്കേഷൻ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോയിൻ്റ്, ഇത് കപ്പാസിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോയിൻ്റ് സ്വാഭാവികമായിട്ട് ഡിസ്ക്വാളിഫിക്കേഷനാണ്. വാട്ട് ആർ ദ ബേസിക് അല്ലെങ്കിൽ മേജർ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് കോൺട്രാക്റ്റീവ് പാർട്ടി എന്ന രൂപത്തിൽ പാരഗ്രാഫിന് 4 മാർക്കിൽ നോർമൽ കേസിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ഡിസ്ക്വാളിഫിക്കേഷൻ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഒന്നാമത് മൈനർ പേഴ്സൺ, അതായത് പ്രായപൂർത്തി എത്താത്ത ആളാണെങ്കിൽ അതൊരു ഡിസ്ക്വാളിഫിക്കേഷനാണ്. രണ്ടാമത്തെ അൺസൗണ്ട് മൈൻഡ് പേഴ്സൺ, ബുദ്ധിക്ക് സ്ഥിരത ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ അതൊരു ഡിസ്ക്വാളിഫിക്കേഷനാണ്. മൂന്നാമത്തെ പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ബൈ എനി ലോ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഏതെങ്കിലും നിയമപ്രകാരം കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള ഡിസ്ക്വാളിഫിക്കേഷനുള്ള വ്യക്തിയാണെങ്കിൽ അത് മൂന്നാമത്തെ ഡിസ്ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ ഈ രീതിയിൽ 2 തലത്തിലും ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക. വാട്ട് ആർ ദ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് കോൺട്രാക്റ്റിംഗ് പാർട്ടി ചോദിക്കുകയാണെങ്കിൽ ഒന്ന് മൈനർ പേഴ്സൺ, രണ്ടാമത് അൺസൗണ്ട് മൈൻഡ് പേഴ്സൺ, മൂന്നാമത്തെ പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. അതല്ല ക്വാളിഫിക്കേഷൻ ചോദിക്കുകയാണ്, അതല്ല കപ്പാസിറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹി ഷുഡ് ബി എ മേജർ പേഴ്സൺ, ഹി ഷുഡ് ബി എ സൗണ്ട് മൈൻഡ് പേഴ്സൺ, ഹി ഷുഡ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ഫ്രം എനി ലോ ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ആൻസർ വെക്കുക. ഇവിടെ നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് ഡിസ്ക്വാളിഫിക്കേഷനാണ്, അതായത് മൈനർക്കോ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ആളുകൾക്കോ അതല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും നിയമപ്രകാരം കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്കോ സാധാരണഗതിയിൽ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, ക്വാളിഫിക്കേഷൻ ഇല്ല. ആ ഒരു ബേസിസിലാണ് നമ്മൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ സൂചിപ്പിക്കുന്നത്. ഓക്കെ, പോസിറ്റീവ് പോയിന്റിന് നമ്മൾ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഓൾറെഡി ഇത് പറയുമ്പോൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. ഒന്നാമത്തെ ഡിസ്ക്വാളിഫൈഡ് പാർട്ടിയാണ് മൈനർ എന്നുള്ളത്. ഓക്കെ, മൈനർ എന്ന് പറയുമ്പോൾ പ്രായപൂർത്തി എത്താത്ത ആളെയാണ് നമ്മൾ മൈനർ എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. A minor is a person who has not attained the age of majority. മേജർ ആവാത്ത പ്രായപൂർത്തി എത്താത്ത ആളുകളെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരാണ് മൈനർ എന്നുള്ള അർത്ഥം. ഓക്കെ, അക്കോർഡിംഗ് ടു ഇന്ത്യൻ മെജോറിറ്റി ആക്ട് 1875, എ പേഴ്സൺ ഹു ഹാസ് നോട്ട് കംപ്ലീറ്റഡ് ഹിസ് 18th ഇയർ ഓഫ് ഏജ് ഹി ഈസ് കാൾഡ് മൈനർ. അപ്പോൾ പ്രായപൂർത്തി എത്താത്ത ആളാണ് മൈനർ എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് നമ്മൾ ആൻസർ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഇന്ത്യൻ മെജോറിറ്റി ആക്ട് 1875 പ്രകാരം 18 വയസ്സ് പൂർത്തീകരിക്കാത്ത ആളുകളെ നമ്മൾ പൊതുവിൽ വിളിക്കുന്ന പേരാണ് എന്ത് മൈനർ എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. അപ്പോൾ 18 വയസ്സ് പൂർത്തീകരിച്ച ആളെ നമ്മൾ മേജർ എന്നുള്ള പേരിലും 18 വയസ്സ് പൂർത്തീകരിക്കാത്ത ആളുകളെ നമ്മൾ മൈനർ എന്നുള്ള പേരിലാണ് 1875 ഇന്ത്യൻ മെജോറിറ്റി ആക്ട് പ്രകാരം ഡിഫൈൻ ചെയ്യപ്പെടാറുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും 18 വയസ്സാണ് നമ്മൾ പ്രായപൂർത്തിയാവാനുള്ള ഒരു ഏജ് ലിമിറ്റായിട്ട് നോർമൽ കേസിൽ വെക്കാറുള്ളത് എങ്കിൽ പോലും ചില കേസുകളിൽ 18 ആയി കഴിഞ്ഞാലും ആളുകളെ നമ്മൾ മൈനറായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യിപ്പിക്കാറുണ്ട്. 21 വയസ്സ് പൂർത്തീകരിക്കുന്നവരെ ചില കേസുകളിൽ ആളുകളെ മൈനറായിക്കൊണ്ട് ട്രീറ്റ് ചെയ്യപ്പെടാറുണ്ട്. അത് ഏതൊക്കെ കേസ് ശ്രദ്ധിക്കുക. അണ്ടർ ദി ഫോളോയിങ് 2 കേസസ് എ പേഴ്സൺ കണ്ടിന്യൂ ടു ബി എ മൈനർ അണ്ടിൽ ഹി കംപ്ലീറ്റ് ദ ഏജ് ഓഫ് 21 ഇയേഴ്സ്. 21 വയസ്സ് പൂർത്തീകരിക്കുന്നത് വരെ താഴെ കൊടുത്തിട്ടുള്ള കേസസുകളിൽ അയാൾ മൈനറായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യപ്പെടുമോ എന്നർത്ഥം. ഒന്നാമത്തെ കേസ്, ഇഫ് എ മൈനർ ഈസ് അണ്ടർ ദി ഗാർഡിയൻ ഓഫ് എ കോർട്ട്. ഇഫ് എ മൈനർ ഈസ് അണ്ടർ ദി ഗാർഡിയൻ ഓഫ് എ കോർട്ട്, ഒരു പ്രായപൂർത്തി എത്താത്ത ഒരു മൈനറായിട്ടുള്ള വ്യക്തി അയാളുടെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് കോടതി അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഗാർഡിയനാണ് ഈ മൈനറുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് പിന്നീട് പ്രായപൂർത്തി എത്തണമെന്നുണ്ടെങ്കിൽ 21 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. രണ്ടാമത്തെ, ഇഫ് മൈനേഴ്സ് പ്രോപ്പർട്ടി ഈസ് അണ്ടർ ദി കെയർ ആൻഡ് കസ്റ്റഡി ഓഫ് എ കോർട്ട്. ഇഫ് മൈനേഴ്സ് പ്രോപ്പർട്ടി ഈസ് അണ്ടർ ദി കെയർ ആൻഡ് കസ്റ്റഡി ഓഫ് കോർട്ട്, ഒരു മൈനറായിട്ടുള്ള വ്യക്തിക്ക് സ്വത്തുക്കളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സ്വത്ത് വകകളൊക്കെ കോടതിയാണ് നോക്കി നടത്തുന്നത് എന്നുണ്ടെങ്കിൽ പ്രായപൂർത്തി എത്താത്ത വ്യക്തിയുടെ സ്വത്ത് വകകളോ മറ്റു കാര്യങ്ങളെല്ലാം കോടതി സ്വന്തം നിരീക്ഷണത്തിലാണ് നോക്കി നടത്തുന്നുണ്ടെങ്കിൽ അത്തരം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കും പ്രായപൂർത്തിയാവണമെങ്കിൽ 21 വയസ്സ് പൂർത്തീകരിക്കണം. അതായത് അതിൻ്റെ അർത്ഥം ഈ പ്രായപൂർത്തി എത്താത്ത മൈനറായിട്ടുള്ള വ്യക്തികൾക്ക് സ്വത്ത് ഉണ്ടാകുമ്പോൾ അതിൻ്റെയൊക്കെ നിരീക്ഷണം അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഗാർഡിയൻഷിപ്പ് കോടതി ഏറ്റെടുക്കുമെന്നല്ല പറഞ്ഞുകൊണ്ട് വരുന്നത്. ചില കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കേസുകളിൽ ചില സുപ്രധാനപ്പെട്ട സിറ്റുവേഷൻസുകളിൽ എന്ത് ചെയ്യാറുണ്ട്, മൈനേഴ്സിൻ്റെ സ്വത്തുവകകൾ തൽക്കാലത്തേക്ക് കോടതിയുടെ നിരീക്ഷണത്തിൽ അയാൾക്ക് പ്രായപൂർത്തി എത്തുന്നവരെ ചാർജ് ചെയ്യപ്പെടാറുണ്ട്. അത്തരം കേസസുകളിൽ ആ മൈനറെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തി എത്തണമെങ്കിൽ 21 വയസ്സ് പൂർത്തീകരിക്കണം. എന്നാൽ നോർമൽ കേസസിൽ ജനറൽ ആയിട്ടുള്ള സിറ്റുവേഷൻ പ്രകാരം പ്രായപൂർത്തി എത്താനുള്ള വയസ്സ് ഇന്ത്യൻ മെജോറിറ്റി ആക്ട് പ്രകാരം 18 വയസ്സ് തീരുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ 18 വയസ്സ് പൂർത്തീകരിച്ചിട്ടില്ലാത്ത ആളുകളെ നമ്മൾ മൈനർ എന്നുള്ള പേരിലും 18 വയസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളുകളെ മേജർ എന്നുള്ള പേരിലുമാണ് അറിയപ്പെടുക. അതാണ് മൈനർ എന്നുള്ളതിന് വേർഡ് മീനിങ് നമ്മൾ കൊടുക്കാനുള്ള ഡയറക്ഷൻസ് ആയിട്ട് വരുന്നത്.
ഓക്കെ, ഇനി നമുക്ക് പ്രധാനമായിക്കൊണ്ട് ഈ മൈനർ എന്നുള്ള ഈ വേർഡ് ഈ ഒരു ടേമിൽ ഈ ഫസ്റ്റ് ഡിസ്ക്വാളിഫൈഡ് പാർട്ടിൽ നിന്ന് സാധാരണ ചോദിക്കാറുള്ളൊരു 4 മാർക്ക് പാരഗ്രാഫ് ക്വസ്റ്റൻ ആണ്. എക്സ്പ്ലെയിൻ ദി ലോ റിലേറ്റിംഗ് ടു മൈനർ എന്നുള്ളത്. എക്സ്പ്ലെയിൻ ദി ലോ റിലേറ്റിംഗ് ടു മൈനർ. മൈനറുമായി ബന്ധപ്പെട്ട് കോൺട്രാക്ട് ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, പാലിക്കപ്പെടേണ്ട ചില റൂൾസുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ കൊടുക്കുക. ഒരു 6 പോയിൻറ്റ്സുകളാണ് നമുക്കിവിടെ കോട്ട് ചെയ്യാനുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് ആൻ അഗ്രിമെൻറ്റ് വിത്ത് എ മൈനർ ഈസ് വോയിഡ്. ആൻ അഗ്രിമെൻറ്റ് വിത്ത് എ മൈനർ ഈസ് വോയിഡ്. മൈനറുമായിട്ടുള്ള അഗ്രിമെൻറ്റ്സുകൾ സാധാരണഗതിയിൽ വോയിഡാണ്. അതിൻ്റെ ബ്രാക്കറ്റ് നമ്മൾ അതിൻ്റെ കറക്റ്റ് ഫോമാറ്റ് കൊടുത്തിട്ടുണ്ട്, വോയിഡ് അബ് ഇനീഷ്യോ. വോയിഡ് അബ് ഇനീഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിഡ് ഫ്രം ബിഗിനിങ് ഇറ്റ് സെൽഫ് എന്നർത്ഥം. പിന്നീട് വാലിഡാക്കാൻ പറ്റാത്ത രീതിയിൽ തുടക്കം മുതൽ തന്നെ വോയിഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വോയിഡ് അബ് ഇനീഷ്യോ എന്ന് പറയുക. നോർമൽ കേസസിൽ ഒന്നാമത്തെ റൂൾ എന്നുള്ളത് മൈനറുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട റൂൾസ് എന്നുള്ളത് ആൻ അഗ്രിമെൻറ്റ് വിത്ത് എ മൈനർ ഈസ് അബ്സല്യൂട്ട്ലി വോയിഡ് എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ ഫർദർ എക്സ്പ്ലനേഷൻസ് നമുക്ക് പോയിന്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തതിനു ശേഷം പറയാം. ആൻഡ് സെക്കൻഡ് വൺ, എ മൈനർ ക്യാൻ ബി എ പ്രോമിസി ഓർ എ ബെനിഫിഷ്യറി. മൈനർ ക്യാൻ ബി എ പ്രോമിസി ഓർ എ ബെനിഫിഷ്യറി. ഒരു കോൺട്രാക്റ്റിനകത്ത് ഒരു അഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിക്കൊണ്ട് മൈനർക്ക് വേണമെങ്കിൽ ബെനിഫിഷ്യറി ആയിട്ട് അല്ലെങ്കിൽ പ്രോമിസി ആയിട്ട് ആക്ട് ചെയ്യുക, അതിന് പ്രശ്നമില്ല എന്നർത്ഥം. എക്സ്പ്ലനേഷൻ നമുക്കിത് കഴിഞ്ഞ ശേഷം ഞാൻ പറയാം. തേർഡ് വൺ, റാറ്റിഫിക്കേഷൻ ഓൺ അറ്റൈനിങ് മെജോറിറ്റി ഈസ് നോട്ട് അലൗഡ്. റാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ് അർത്ഥം. റാറ്റിഫിക്കേഷൻ ഓൺ അറ്റൈനിങ് മെജോറിറ്റി ഈസ് നോട്ട് അലൗഡ്. പ്രായപൂർത്തി ആകുന്നതിന് മുമ്പ് നമ്മൾ ഉണ്ടാക്കിയ കോൺട്രാക്റ്റ് വോയിഡാണ് നമുക്കറിയാം. എന്നാൽ പ്രായപൂർത്തി ആയതിനു ശേഷം മുമ്പ് വോയിഡായിട്ടുള്ള കോൺട്രാക്റ്റ് പിന്നീട് വാലിഡ് ആക്കിയിട്ട് റാറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നർത്ഥം. ഫോർത്ത് വൺ, മൈനർ ഈസ് നോട്ട് ബൗണ്ട് ടു റിട്ടേൺ ദ ബെനിഫിറ്റ് റിസീവ്ഡ്. മൈനർ ഈസ് നോട്ട് ബൗണ്ട് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള അർത്ഥമാണ് വരിക. മൈനർ ഈസ് നോട്ട് ബൗണ്ട് ടു റിട്ടേൺ ദ ബെനിഫിറ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനർക്ക് അയാൾ റിസീവ് ചെയ്ത് വെച്ച അഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിക്കൊണ്ട് അയാൾ റിസീവ് ചെയ്ത് വെച്ച ബെനിഫിറ്റ്സ് തിരിച്ചു കൊടുക്കാനുള്ള നിയമപരമായിട്ടുള്ള ബാധ്യത ഇല്ല എന്നർത്ഥം. ഓക്കെ, ആൻഡ് ഫിഫ്ത്ത് വൺ, റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് പ്രോപ്പർട്ടി ക്യാൻ ബി മെയ്ഡ് ഫ്രം മൈനർ ഇൻ ദി കേസ് ഓഫ് ഫ്രോഡ്. റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ മടക്കി വാങ്ങുക എന്നർത്ഥം. റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് പ്രോപ്പർട്ടി ക്യാൻ ബി മെയ്ഡ് ഫ്രം മൈനർ ഇൻ ദി കേസ് ഓഫ് ഫ്രോഡ്. ഫ്രോഡ് മുഖാന്തരമാണ്, കബളിപ്പിക്കൽ പ്രക്രിയയിലൂടെയാണ് ഒരു വ്യക്തി, മൈനറായിട്ടുള്ള വ്യക്തി അയാൾ മേജറാന്ന് കബളിപ്പിച്ചുകൊണ്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത്തരം കേസസിൽ അയാളിൽ നിന്നും റിസീവ് ചെയ്ത് വെച്ച എമൗണ്ടോ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസോ തിരിച്ചു വാങ്ങിക്കാനുള്ള റെസ്റ്റിറ്റ്യൂഷൻ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് എന്നുള്ളതാണ് അഞ്ചാമത്തെ പോയിന്റ്. ആൻഡ് സിക്സ് വൺ, പ്രിൻസിപ്പിൾസ് ഓഫ് എസ്റ്റോപ്പൽ ഈസ് നോട്ട് അപ്ലിക്കബിൾ. മൈനറുടെ കേസസിൽ എസ്റ്റോപ്പൽ പ്രിൻസിപ്പിൾസ് ബാധകമല്ല. എന്താണെന്നുള്ളത് നമുക്ക് ഇത് കഴിഞ്ഞ ശേഷം സൂചിപ്പിക്കാം. സെവൻത്ത് വൺ, മൈനർ ഈസ് ലയബിൾ ഫോർ നെസസറി സപ്ലൈഡ്. നെസസറി ഗുഡ്സുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഗുഡ്സ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗുഡ്സിൻ്റെ പ്രൈസ് സ്വാഭാവികമായിക്കൊണ്ടും മൈനറിൽ നിന്ന് ഈടാക്കാവുന്നതാണ്, അയാൾക്ക് പ്രോപ്പർട്ടീസ് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ. ഓക്കെ, ആൻഡ് എയ്ത്ത് വൺ, കോൺട്രാക്ട് എൻഡഡ് ബൈ എ മൈനർ ഡു നോട്ട് ബൈൻഡ് ഹിസ് പാരൻറ്റ് ഓർ ഗാർഡിയൻ. മൈനറുമായി ഉണ്ടാക്കിയ കോൺട്രാക്റ്റിന് മൈനറുടെ പാരൻറ്റോ മൈനറുടെ ഗാർഡിയനോ എന്തല്ല ഉത്തരവാദിയാകുന്നതല്ല എന്നർത്ഥം. അതുപോലെ തന്നെ നയൻത്ത് വൺ, മൈനർ cannot be a partner in a partnership form, and tenth one, minor can be an agent, and the last one, minor cannot adjudicate it as insolvent. അപ്പോൾ നമ്മളിവിടെ 10-11 പോയിൻറ്റ്സിലാണ് സൂചിപ്പിച്ചിട്ടുള്ളത് റൂൾസ് റിലേറ്റിംഗ് ടു മൈനർ എന്നുള്ളതുമായി ബന്ധപ്പെട്ട്. ഇതൊരു പാരഗ്രാഫായിട്ട് സാധാരണ വരാറുള്ള ക്വസ്റ്റ്യൻ ആണ്. മൈനറുമായി ഇന്ത്യൻ കോൺട്രാക്ട് ആക്റ്റുമായി ബന്ധപ്പെട്ട ചില ബേസിക് ആയിട്ടുള്ള റൂൾസുകളാണ് 10-11 പോയിൻറ്റ്സ് ആയിട്ട് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. പ്രധാനപ്പെട്ട പോയിൻറ്റ്സിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ഒന്നാമത്തെ, അഗ്രിമെൻറ്റ് വിത്ത് എ മൈനർ ഈസ് വോയിഡ്. ഒരു മൈനറുമായിട്ട് നമ്മൾ അഗ്രിമെൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ അഗ്രിമെൻറ്റിൻ്റെ കോൺസിക്വൻസ് എന്നുള്ളത് വോയിഡ് ആയിരിക്കും. ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഇല്ലീഗലല്ല, വോയിഡാണ് എന്നർത്ഥം. ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കാറ് 5 ലക്ഷം റുപ്പീസ് മൈനറായിട്ടുള്ള വ്യക്തിക്ക് വിറ്റ് കഴിഞ്ഞാൽ എൻ്റെ കാറ് ഞാൻ അയാൾക്ക് കൊടുക്കുകയും 5 ലക്ഷം റുപ്പീസ് തരേണ്ട മൈനർ എനിക്ക് ആ പൈസ തന്നിട്ടില്ലെങ്കിൽ പൈസ തരാത്തതിൻ്റെ പേരിൽ മൈനർക്കെതിരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോടതിയിൽ കേസ് കൊടുക്കാനോ മറ്റു നിയമ നടപടികൾ എടുക്കാനോ പറ്റില്ല. കാരണം മൈനറുമായിട്ട് ഞാൻ എൻ്റെ വാഹനം വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ അഗ്രിമെൻറ്റ് എന്താണ്, വോയിഡാണ്. വോയിഡ് അഗ്രിമെൻറ്റിൻ്റെ പ്രത്യേകത എന്നുള്ളത് ലീഗൽ ആക്ഷൻസ്, ലീഗൽ എൻഫോഴ്സിബിലിറ്റി ഇല്ലാത്ത ഒരു കോൺസിക്വൻസസ് ആണ് സ്വാഭാവികമായിട്ടും വോയിഡ് കോൺട്രാക്റ്റിൻ്റെ കേസിൽ വരിക. കോൺട്രാക്ട് വിത്ത് എ മൈനർ ഈസ് അബ്സല്യൂട്ട്ലി വോയിഡ് അബ് ഇനീഷ്യോ. തുടക്കം മുതലേ വോയിഡാണ് എന്നർത്ഥം. This decision has been made in the case of Mohari Bibi versus Damodar Gose. Mohari Bibi versus Damodar Gose എന്നുള്ള കേസ് ഫയലിൻ്റെ ഒരു ഡിഗ്രി ആയിട്ടാണ്, ഒരു ഡിസിഷൻ ആയിട്ടാണ് മൈനറുമായിട്ടുണ്ടാക്കുന്ന അഗ്രിമെൻറ്റുകൾ വോയിഡ് അബ് ഇനീഷ്യോ ആണ് എന്നുള്ള ഒരു തലത്തിലേക്ക് കോടതി അതിൻ്റെ ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ, മൈനർ ക്യാൻ ബി എ പ്രോമിസി ഓർ എ ബെനിഫിഷ്യറി. മൈനറുമായിട്ടുണ്ടാക്കുന്ന അഗ്രിമെൻറ്റ് വോയിഡാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്നാൽ ഒരു അഗ്രിമെൻറ്റിൽ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ മൈനറാണ് അതിൻ്റെ ബെനിഫിഷ്യറി അല്ലെങ്കിൽ മൈനർ അതിൻ്റെ പ്രോമിസി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവർക്ക് വേണമെങ്കിൽ ആ കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യിപ്പിക്കാൻ നടത്തും.
ഇപ്പോൾ എക്സാമ്പിൾ ആയിക്കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ മൈനറായിട്ടുള്ള വ്യക്തിക്ക് ഞാൻ എൻ്റെ കാർ 5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു, 5 ലക്ഷം രൂപ തരാമെന്ന് ഇങ്ങോട്ടും പറഞ്ഞു. ഓക്കെ, എന്നാൽ ഇത് 5 ലക്ഷം റുപ്പീസിൽ ആ ഒരു അഡ്വാൻസ് ആയിട്ട് 1 ലക്ഷം റുപ്പീസോ അല്ലെങ്കിൽ 5 ലക്ഷത്തിന് പകുതിയൊക്കെ മൈനർ എനിക്ക് പൈസ ആയിട്ട് തന്നെ തന്നു. എന്നാൽ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ കാർ അയാൾക്ക് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിക്കൊണ്ടും മൈനറായിട്ടുള്ള വ്യക്തിക്ക് എൻ്റെ പേരിൽ ഇങ്ങോട്ട് കേസ് കൊടുക്കുക, എന്ത് പറഞ്ഞ കാർ തന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല എന്ത് മൈനറുമായിട്ട് ഞാൻ ഉണ്ടാക്കിയ കോൺട്രാക്റ്റ് വോയിഡാണ്, അതുകൊണ്ട് കേസൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാനുള്ള പെർമിഷൻ എനിക്കില്ല. കാരണം മൈനർക്ക് എന്ത് ചെയ്യുക, ഒരു കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിക്കൊണ്ട് പ്രോമിസ് ചെയ്യാവുക, അല്ലെങ്കിൽ കോൺട്രാക്റ്റ് മൈനറുടെ ഒരു ബെനഫിഷ്യൽ പാർട്ടിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് മൈനർക്ക് വേണമെങ്കിൽ എൻഫോഴ്സ് ചെയ്യുക. അപ്പോൾ എതിർ പാർട്ടിക്ക് പറയാൻ പറ്റില്ല ഞാൻ മൈനറുമായിട്ടാണ് കോൺട്രാക്റ്റ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് ഇത് ലീഗൽ ആക്ഷൻ ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറയാനുള്ള പ്രൊവിഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കില്ല എന്നർത്ഥം. ഓക്കെ, there is no restriction on a minor from being a promisee or a beneficiary if the contract is beneficial to a minor. Therefore, an agreement entered into by a minor for his benefit are valid and enforceable. And the third one, ratification on attaining majority is not allowed. റാറ്റിഫിക്കേഷൻ ഓൺ അറ്റൈനിങ് മെജോറിറ്റി ഈസ് നോട്ട് ഓൾ. ഞാൻ നേരത്തെ പറഞ്ഞു റാറ്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിയാക്കുക എന്നർത്ഥം. ഒരിക്കൽ തെറ്റായിട്ട് ചെയ്തത് പിന്നീട് ശരിയാക്കുന്നതിനാണ് നമ്മൾ റാറ്റിഫൈ ചെയ്യുക എന്ന് പറയാം. അപ്പോൾ സാധാരണഗതിയിൽ മൈനറുമായിട്ടുണ്ടാക്കുന്ന എഗ്രിമെൻറ്റ് വോയിഡാണെന്ന് നമുക്കറിയാം. അപ്പോൾ പ്രായപൂർത്തി എത്താത്ത സമയത്ത് ഒരാൾ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയും പിന്നീട് അയാൾക്ക് പ്രായപൂർത്തി ആയതിനു ശേഷം മുമ്പ് മൈനറായിരിക്കെ ഉണ്ടാക്കിയ കോൺട്രാക്റ്റ് പിന്നീട് വാലിഡ് ആക്കാൻ വേണ്ടി പറ്റില്ല എന്നർത്ഥം. A minor cannot ratify a promise entered into during minority after attaining majority. മൈനറായിരിക്കെ ഉണ്ടാക്കിയ ഒരു വോയിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് പിന്നീട് അയാൾ പ്രായപൂർത്തി ആയിക്കഴിഞ്ഞാൽ, മേജർ ആയിക്കഴിഞ്ഞാൽ അത് പിന്നീട് നല്ല ഒരു വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റാറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നർത്ഥം. എന്താ അതിൻ്റെ കാരണം? എ കോൺട്രാക്ട് വിത്ത് എ മൈനർ ഇസ് വോയിഡ് അബ് ഇനിഷ്യോ. അത് തുടക്കം മുതലേ വോയിഡാണ്. അത് പിന്നീട് ഒരു സാഹചര്യത്തിലും അത് വാലിഡാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതല്ല എന്നർത്ഥം. And the fourth rules, minor is not bound to return the benefit received. Minor is not bound to return the benefit received. മൈനറെ സംബന്ധിച്ചിടത്തോളം റിസീവ് ചെയ്ത് വെച്ച ബെനിഫിറ്റ് റിട്ടേൺ ചെയ്യാനുള്ള ബാധ്യത ഇല്ല എന്നർത്ഥം. ബൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധ്യത എന്നുള്ള അർത്ഥമാണ് വരിക. ഓക്കെ, എന്താ ഇങ്ങനെ പറയാനുള്ള കാരണം? സാധാരണഗതിയിൽ ഒരു വോയിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ, വോയിഡ് ആയിട്ടുള്ള എഗ്രിമെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വോയിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പാർട്ടീസ് എന്തെങ്കിലും റിസീവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും മടക്കി കൊടുക്കണം എന്നുള്ളതാണ് നോർമൽ റൂള്. എന്താ വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത കോൺട്രാക്ട്സിനെ അല്ലെങ്കിൽ അഗ്രിമെൻറ്റ്സിനെ നമ്മൾ വോയിഡ് അഗ്രിമെൻറ്റ്സ്, വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയും. അപ്പോൾ ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട്, ആ എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പാർട്ടീസ് എന്തെങ്കിലുമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ, പൈസയായിട്ടോ പണമായിട്ടോ ഗുഡ്സായിട്ടൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, അതൊരു വോയിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് ആണ് എന്ന് പറയുന്നതോട് കൂടിയിട്ട് വാങ്ങി വെച്ചതൊക്കെ മടക്കി കൊടുക്കണം എന്നാണ് അർത്ഥം. അത് മടക്കി കൊടുക്കൽ നിർബന്ധമാണ്. അതേസമയം ഈ റൂള്, അതായത് മടക്കി കൊടുക്കണം എന്നുള്ള റൂള് ആരുടെ കേസിൽ ബാധകമല്ല? മൈനറുടെ കേസിൽ ബാധകമല്ല. സെൻറ്റൻസ് നോക്കുക. അക്കോർഡിംഗ് ടു സെക്ഷൻ 65 ഓഫ് കോൺട്രാക്ട് ആക്ട്, എ പേഴ്സൺ ഹു ഹാസ് അറ്റൈൻഡ് എനി ബെനിഫിറ്റ് അണ്ടർ ദി വോയിഡ് കോൺട്രാക്ട് മസ്റ്റ് റിട്ടേൺ ദി ബെനിഫിറ്റ് വെൻ ദ കോൺട്രാക്ട് ബിക്കം വോയിഡ്. വോയിഡ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എമൗണ്ടോ എന്തെങ്കിലും പ്രോപ്പർട്ടീസോ ഓൾറെഡി റിസീവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വോയിഡാണെന്ന് പറയുന്നതോട് കൂടിയിട്ട് നിർബന്ധമായിക്കൊണ്ട് ആ എമൗണ്ട് മടക്കി കൊടുക്കേണ്ടതുണ്ട്. ബട്ട് ഇഫ് എ മൈനർ റിറ്റൈൻഡ് എനി ബെനിഫിറ്റ് അണ്ടർ ദി വോയിഡ് അഗ്രിമെൻറ്റ്സ്, മൈനറാണ് ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു എമൗണ്ടോ പ്രോപ്പർട്ടീസോ കെപ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ റിസീവ് ചെയ്തതെന്നുണ്ടെങ്കിൽ ആ റിസീവ് ചെയ്ത പ്രോപ്പർട്ടീസ് വോയിഡ് ആയിട്ടുള്ള അഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിക്കൊണ്ട് മൈനർ എന്തെങ്കിലും വസ്തുക്കളോ എമൗണ്ടുകളോ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹീ ഈസ് നോട്ട് ലയബിൾ ടു റീപേ ഓർ കോമ്പൻസേറ്റ് ദ സെയിം. അത് മടക്കി കൊടുക്കേണ്ട ലീഗലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കില്ല? മൈനർക്കില്ല. മൈനർ തരികയാണെങ്കിൽ അത് വാങ്ങാമെന്നല്ല, അത് മൈനർ തരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക, ചോദിച്ചെടുക്കാനുള്ള അവകാശം എതിർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നതല്ല എന്നർത്ഥം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ എൻ്റെ എന്ത് ചെയ്തു, കാറ് മൈനർക്ക് വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു അഗ്രിമെൻറ്റ് ഉണ്ടാക്കി. മൈനർക്ക് കാർ വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു അഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്നത് സ്വാഭാവികമായിട്ടും എന്താണ്, വോയിഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷനാണ്. കാരണം എതിർ പാർട്ടി മൈനറാണല്ലോ സംഭവം. അപ്പോൾ കാർ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട അഗ്രിമെൻറ്റ് ഉണ്ടാക്കുകയും ഞാൻ എൻ്റെ കാറ് എന്ത് ചെയ്തു, സ്വാഭാവികമായിട്ടും മൈനർക്ക് കൊടുത്തു. അയാൾ തരാമെന്ന് പറഞ്ഞ പൈസ തന്നില്ല. സ്വാഭാവികമാണെങ്കിൽ കോടതിയിൽ പോവുകയാണെങ്കിൽ കോടതി പറയുമ്പോൾ ഇത് ഒരു വോയിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റാണ്, എന്ത് ചെയ്യാൻ പറ്റില്ല, എൻഫോഴ്സിബിലിറ്റി ഉണ്ടാവില്ല എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, വോയിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റിൻ്റെ ഒരു കോമൺ കോൺസിക്വൻസ് എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും എന്തെങ്കിലും റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചെടുക്കുക, തിരിച്ചു വാങ്ങുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ കാർ എന്ത് ചെയ്തിട്ടുണ്ട്, മുമ്പ് ഉണ്ടാക്കിയ വോയിഡ് അഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട് മൈനർക്ക് കൊടുത്തിട്ടുണ്ട്. ആ കാർ ഞാൻ തിരിച്ചു വയ്ക്കുമ്പോൾ മൈനർ അത് തരുന്നില്ലെങ്കിൽ അതിൻ്റെ പേരിൽ മൈനർക്കെതിരെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം മൈനർക്ക് വോയിഡ് ആയിട്ടുള്ള അഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട് റിസീവ് ചെയ്ത വസ്തു തിരിച്ചു കൊടുക്കേണ്ട നിയമപരമായിട്ടുള്ള ബാധ്യത ഇല്ല എന്നർത്ഥം. ഓക്കെ, സാധാരണ വേറെ ഏതെങ്കിലും സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു, ആ കാറ് കൊടുത്ത കാറ് സ്വാഭാവികമായിട്ടും തിരിച്ചെടുക്കാമായിരുന്നു. മൈനറുടെ കേസിൽ അതിന് നിയമപരമായിട്ടുള്ള ബാധ്യത ഇല്ല. അയാൾ തരികയാണെങ്കിൽ വാങ്ങിപ്പോവാം എന്നർത്ഥം. ഓക്കെ,
അതേസമയം ഫിഫ്ത്ത് റൂള് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് പ്രോപ്പർട്ടി ക്യാൻ ബി മെയ്ഡ് ഫ്രം മൈനർ ഇൻ ദി കേസ് ഓഫ് ഫ്രോഡ് മുഖാന്തരമാണ് ഒരു മൈനറായിട്ടുള്ള വ്യക്തി കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തത്, പിന്നീട് അത് വോയിഡായിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, മൈനറിൽ നിന്നും അയാൾ വാങ്ങി വെച്ച പ്രോപ്പർട്ടീസ് തിരിച്ചെടുക്കാവുന്നതാണ്. ഇഫ് എ മൈനർ ഒബ്റ്റെയിൻ എനി പ്രോപ്പർട്ടി അണ്ടർ ആൻ അഗ്രിമെൻറ്റ് ബൈ മേക്കിംഗ് എ ഫാൾസ് റെപ്രസെൻറ്റേഷൻ ദാറ്റ് ഹി വാസ് എ മേജർ and the minor compelled to return the property if it is identified in his possession. അതായത് പ്രായപൂർത്തി എത്താത്ത ആൾ താൻ പ്രായപൂർത്തി ആയിട്ടുള്ള ആളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയും പിന്നീട് ആ കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിട്ട് അയാൾ പെർഫോമൻസ് വരുത്താതെ വന്ന സമയത്ത് കേസ് കൊടുത്തപ്പോൾ താൻ ആക്ച്വലി മേജറാണെന്ന് എന്ത് ചെയ്യുക, പിന്നീട് അയാൾ ഒറിജിനലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറയുകയും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, സ്വാഭാവികമായിട്ടും ഒരു തെറ്റിദ്ധരിപ്പിക്കലിലൂടെയാണ് നമ്മൾ അഗ്രിമെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. അങ്ങനെ ആകുമ്പോൾ ഫ്രോഡ് മുഖാന്തരം ഏതെങ്കിലും രൂപത്തിലുള്ള പ്രോപ്പർട്ടീസ് മൈനർ റിസീവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ റിസീവ് ചെയ്ത പ്രോപ്പർട്ടി മൈനറുടെ കൈവശം ഉണ്ടെങ്കിൽ അത് മടക്കി വാങ്ങാനുള്ള നിയമപരമായിട്ടുള്ള അധികാരം എതിർ പാർട്ടിക്കുണ്ടാവും. ആ കൈവശം മൈനറുടെ കൈവശം പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അയാളത് ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ, പൈസ ആണെങ്കിൽ അത് ചിലവാക്കുകയോ പ്രോപ്പർട്ടി ആണെങ്കിൽ അത് വിറ്റ് അതിൽ പൈസയൊക്കെ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വാങ്ങിക്കാനുള്ള പെർമിഷനില്ല. അതേസമയം ഫ്രോഡ് മുഖാന്തരം ഏതെങ്കിലും പ്രോപ്പർട്ടീസ് എമൗണ്ട് വാങ്ങി വെക്കുകയും ആ വാങ്ങി വെച്ച പ്രോപ്പർട്ടീസ് ഓർ എമൗണ്ട് അയാളുടെ കൈവശം ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ മൈനറിൽ നിന്നും ആ പ്രോപ്പർട്ടി നിയമപ്രകാരം റെസ്റ്റിറ്റ്യൂഷൻ ചെയ്യാനുള്ള, തിരിച്ചു വാങ്ങിക്കാനുള്ള അധികാരം എതിർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, മറ്റൊരു റൂൾസ് പ്രിൻസിപ്പിൾസ് ഓഫ് എസ്റ്റോപ്പൽ ഈസ് നോട്ട് അപ്ലിക്കബിൾ. എസ്റ്റോപ്പൽ എന്നുള്ളത് ശരിക്കും ഒരു എവിഡൻസ് ആക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോമ്പണൻസ് ആണ്. എസ്റ്റോപ്പൽ ഈസ് എ റൂൾ ഓഫ് എവിഡൻസ് ദാറ്റ് വൺ പേഴ്സൺ ബൈ ഹിസ് ഫാൾസ് ഓർ ഫ്രോഡുലന്റ് മിസ്റെപ്രസെൻറ്റേഷൻ മേക്ക് another person believe a things to be true, such person will not be allowed to go back upon his earlier representation എന്നുള്ളതാണ്. അതായത് ഒരു വ്യക്തി അയാളുടെ ബിഹേവിയറിലൂടെയോ അല്ലെങ്കിൽ അയാളുടെ സ്റ്റേറ്റ്മെൻറ്റിലൂടെയോ ഒരു കാര്യം എതിർ പാർട്ടിയെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ആ ബോധ്യപ്പെടുത്തിയ കാര്യത്തിൽ നിന്ന് പിന്നീട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിൻവലിയാൻ പറ്റില്ല എന്നുള്ള റൂളാണ് റൂൾ ഓഫ് എസ്റ്റോപ്പൽ എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. ഈ എസ്റ്റോപ്പൽ റൂൾസ് പക്ഷേ മൈനർക്ക് ബാധകമല്ല. മൈനർക്ക് എപ്പോൾ ആണെങ്കിലും അയാൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും എന്ത് ചെയ്യാവുന്നതാണ്, പിൻവലിയാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണ്, എ എന്നുള്ള വ്യക്തി പറയാണ്, എയും ബിയും ഇപ്പോൾ നിലവിൽ എ ബി സി 3 പാർട്ടീസാണ് ഒരു സിറ്റുവേഷൻസിൻ്റെ അകത്തുള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ എ എന്നുള്ളത് ഒരു എന്താണ്, ഒരു മൈനറായിട്ടുള്ള വ്യക്തിയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ബി എന്നുള്ളത് ആക്ച്വലി വേറൊരു സെക്കൻഡ് പാർട്ടി, സി എന്നുള്ളത് വേറൊരു തേർഡ് പാർട്ടി. അങ്ങനെ 3 പാർട്ടികൾ ഉള്ള സമയത്ത് ബി എന്താണ് ഇവിടെ ശ്രദ്ധിക്കുക, ബി എന്നുള്ള പാർട്ടി സിയോട് പറയാണ് എന്ത്, ഞാൻ എയുടെ ഏജൻ്റാണ് എന്നുള്ളത് പറയാൻ വിചാരിക്കുക. എ എന്നുള്ള വ്യക്തിയുടെ ഏജൻ്റാണ്, ഐ മീൻ എ ബി സി എന്നുള്ള 3 പാർട്ടിയുണ്ട്. അതിൽ എ എന്നുള്ള പാർട്ടി ആക്ച്വലി മൈനറാണ്, ബിയും സിയും സാധാരണ മറ്റു നോർമലായിട്ടുള്ള കപ്പാസിറ്റിയുള്ള പാർട്ടിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് എ പറയാണ്, എ ആക്ച്വലി മൈനറാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക, എ ആക്ച്വലി മൈനറാണ്. അങ്ങനെ എ മൈനറാണെന്ന് ബിക്ക് അറിയും ചെയ്യുക സംഭവം. ഓക്കെ, എ മൈനറാണെന്ന് ബിക്ക് അറിയും ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ എ പറയാണ്, ഞാൻ ബിയുടെ ഏജൻ്റാണെന്ന് സിയോട് പറയാൻ വിചാരിക്കുക. എ എന്നുള്ള ഞാൻ ആരുടെ ഏജൻ്റാണ്, ബിയുടെ ഏജൻ്റാണ് എന്നുള്ളത് ആരോട് പറയാണ്, സിയോട് പറയാണ്. ഇത് പറയുന്നത് ആര് കേൾക്കുന്നുണ്ട്, ബി കേൾക്കുന്നുണ്ട് സംഭവം. പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ, ബി കേൾക്കെ ബിയുടെ പ്രസൻസിൽ തന്നെയാണ് എ പറയുന്നത് താൻ ഒരു എന്താണ് ബിയുടെ ഏജൻ്റാണ് എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ബി അതിനോട് പ്രത്യേകിച്ച് എന്ത് ചെയ്തിട്ടില്ല, എതിർപ്പൊന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ സിക്ക് സ്വാഭാവികമായിട്ടും ന്യായമായിട്ടും എന്ത് ചെയ്യുക, വിശ്വസിക്കുക എന്ത് എ എന്നുള്ളത് ബിയുടെ ഏജൻറ്റ് തന്നെയാണെന്നുള്ളത്. അങ്ങനെ എന്ത് ചെയ്തു, ഏജൻറ്റ് എന്നുള്ള നിലക്ക് സി എന്നുള്ള പാർട്ടി എ എന്നുള്ള ഇയാളുടെ ഏജൻറ്റുമായിട്ട് പിന്നീട് ബിസിനസ് അഗ്രിമെൻറ്റ് ഉണ്ടാക്കുകയാണ്. എന്തുദ്ദേശത്തിലാണ്, ഇയാൾ ബിയുടെ ഏജൻറ്റ് എന്നുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാണ്, സി എന്നുള്ള പാർട്ടി എയുമായിട്ട് എന്ത് ചെയ്യാണ്, ഒരു അഗ്രിമെൻറ്റ് ഉണ്ടാക്കുകയും ആ അഗ്രിമെൻറ്റ് സ്വാഭാവികമായിക്കൊണ്ടും പെർഫോം ചെയ്യപ്പെടേണ്ട സമയമാകുമ്പോൾ ആരോടാ ചോദിക്കുക, ഏജൻറ്റുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ കോൺട്രാക്റ്റിൻ്റെ അഗ്രിമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം പ്രിൻസിപ്പൽക്കാണ് ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും അതിന് പണം കൊടുക്കേണ്ടി വരുന്ന സമയത്തോ അല്ലെങ്കിൽ ആ പെർഫോമൻസ് ഡ്യൂ ആവുന്ന സമയത്തോ സി വന്നിട്ട് ബിയോട് ചോദിക്കാറ്, നിങ്ങളുടെ ഏജൻറ്റുമായിട്ട് ഞാൻ മുമ്പ് ഒരു അഗ്രിമെൻറ്റ് ഉണ്ടാക്കിയിരുന്നു, അതിന് ഇത്ര എമൗണ്ട് തരാനുണ്ടെന്ന് പറയുമ്പോൾ ബിക്ക് പിന്നെ പറയാൻ പറ്റില്ല എന്ത്, എ എന്നുള്ളത് എൻ്റെ ഏജൻ്റ് അല്ല എന്നുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ പോലും പറഞ്ഞാൽ മനസ്സിലായില്ലേ. കാരണം എന്താ, ഓൾറെഡി ബി നിൽക്കുന്ന സമയത്താണ്, ബിയുടെ പ്രസൻസിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എ പറഞ്ഞിട്ടുള്ളത് എ എന്നുള്ള വ്യക്തി ഈ ബിയുടെ ഏജൻ്റാണെന്നില്ല. അങ്ങനെ ഏജൻ്റ് അല്ലായിരുന്നുണ്ടെങ്കിൽ അപ്പോൾ ആര് എതിർക്കണമായിരുന്നു, ബി എതിർക്കണമായിരുന്നു. ബി എതിർക്കാത്തതുകൊണ്ട് തന്നെ സിക്ക് ന്യായമായിട്ട് വിചാരിക്കാത്തത്
ഇത് ബിയുടെ ഏജൻറ്റ് തന്നെയാണെന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് എയുമായിട്ട് ഇയാൾ ബിസിനസ് ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ബിക്ക് ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും എ തൻ്റെ ഏജൻറ്റാണെന്ന് മൗനസമ്മതം നൽകിയ അയാളുടെ സ്റ്റേറ്റ്മെൻറ്റ് അയാൾക്ക് പിൻവലിയാൻ പറ്റില്ല എന്നർത്ഥം. അതേസമയം മൈനറാണ് ഈ പറയപ്പെടുന്ന സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ, മൈനറാണ് ഈ പറയപ്പെടുന്ന സിറ്റുവേഷൻസ് ഡീൽ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പറയാം താൻ മൈനറാണെന്ന് പറയുന്നതോട് കൂടിയിട്ട് ആ എസ്റ്റോപ്പൽ റൂൾസ് മൈനറുടെ കേസിൽ ബാധകമല്ല എന്നർത്ഥം. ഓക്കെ. ആൻഡ് 7th one, മൈനർ ഇസ് ലയബിൾ ഫോർ നെസസറി സപ്ലൈഡ്. സാധാരണഗതിയിൽ മൈനറുമായിട്ടുണ്ടാക്കുന്ന അഗ്രിമെൻറ്റ്സുകൾ കോൺട്രാക്ട്സുകൾ വോയിഡ് ആണെങ്കിൽ പോലും ഒരു നെസസറി ഗുഡ്സ് സപ്ലൈ ചെയ്തിട്ടില്ല. എന്താ നെസസറി ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ബേസിക് ലിവിന് ആവശ്യമായിട്ടുള്ള, ബേസിക് ലിവിങ് പർപ്പസിന് ആവശ്യമായിട്ടുള്ള ഗുഡ്സ് ഫ്രീ അല്ലാതെ പൈസക്ക് തന്നെ കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രൂപത്തിലുള്ള എമൗണ്ട് മൈനർ തരാനുണ്ടെങ്കിൽ ആ എമൗണ്ട് നിയമപ്രകാരം മൈനറിൽ നിന്ന് വാങ്ങിച്ചെടുക്കാനുള്ള അധികാരം ആ സപ്ലയറെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. എങ്ങനെയാണെങ്കിൽ മൈനർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്വത്തുവകകൾ ഉണ്ടെങ്കിലും ഫൈനാൻഷ്യൽ വാല്യൂ ഉള്ള എന്തെങ്കിലും പ്രോപ്പർട്ടീസ് മൈനറുടെ കൈവശം ഉണ്ടെങ്കിൽ അത് പിടിച്ചെടുത്തുകൊണ്ട് ആ എമൗണ്ട് ഈടാക്കാനുള്ള അധികാരം എതിർ പാർട്ടിക്ക് സപ്ലയർക്ക് ഉണ്ടായിരിക്കും. ഒരു എമൗണ്ടും അയാളുടെ കൈവശം ഇല്ല, ഒരു ഫൈനാൻഷ്യൽ വാല്യൂ പ്രോപ്പർട്ടിയോ ഇല്ല എങ്കിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നർത്ഥം. ഓക്കെ. ആൻഡ് 8th one, കോൺട്രാക്ട് എൻഡേഡ് ബൈ എ മൈനർ ഡു നോട്ട് ബൈൻഡ് ഹിസ് പാരൻറ്റ് ഓർ ഗാർഡിയൻ. മൈനർ അയാളുടെ സ്വന്തം താല്പര്യപ്രകാരം ചെയ്ത അഗ്രിമെൻറ്റിന് അയാളുടെ രക്ഷിതാവോ അല്ലെങ്കിൽ അയാളുടെ ഗാർഡിയനോ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുന്നതല്ല എന്നർത്ഥം. 9th one, മൈനർ കനോട്ട് ബി എ പാർട്ണർ ഇൻ ദി പാർട്ണർഷിപ്പ് ഫോം. സാധാരണ പാർട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം മൈനർ എന്ത് ചെയ്യാറില്ല, പാർട്ണറായിട്ട് അക്കോമഡേറ്റ് ചെയ്യപ്പെടാറില്ല എന്നർത്ഥം. ഓക്കെ. ഇത്രയാണ് നമുക്ക് മൈനർ എന്നുള്ള ഈ ടെർമിനോളജിയുമായി ബന്ധപ്പെട്ട് കപ്പാസിറ്റി ഓഫ് പാർട്ടീസിലെ 3 എന്താണ് പോയിൻറ്റ്സാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. കപ്പാസിറ്റിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ മേജർ ആയിരിക്കണം, സൗണ്ട് മൈൻഡഡ് ആയിരിക്കണം, നോട്ട് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ ആയിരിക്കണം. ഇനി അതല്ല ഡിസ്ക്വാളിഫിക്കേഷനാണ് ചോദിക്കുകയാണെങ്കിൽ 3 ഡിസ്ക്വാളിഫിക്കേഷനാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത്. ഒന്ന് മൈനർ ആയിരിക്കുക എന്നുള്ളത് ഒന്നാമത്തെ ഡിസ്ക്വാളിഫിക്കേഷൻ, രണ്ടാമത്തെ അൺസൗണ്ട് മൈൻഡഡ് ആകുക എന്നുള്ളത്, മൂന്നാമത്തെ പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. ഇപ്പോൾ 3 പോയിൻറ്റ്സിൽ ആദ്യത്തെ പോയിൻറ്റ്സാണ് ഇപ്പോൾ നമ്മൾ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്ത് തീർത്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.